ഹായ് ഓൾ. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 10th ലെവൽ മെയിൻസിൻ്റെ അഡ്വാൻസ്ഡ് റാങ്ക് ഫയലിൻ്റെ ക്ലാസ്സസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് വേൾഡ് ഹിസ്റ്ററി ആണ്. അപ്പോൾ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സബ് ടോപ്പിക്കായിട്ടുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിലൊന്നാണ് ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ് ലെസ് റെവല്യൂഷൻ. ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ്. ട്യൂഡർ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1485 മുതൽ 1603 വരെയാണ്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച് ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ട്യൂഡർ രാജവംശത്തിനു ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1603 മുതൽ 1714 വരെയാണ്. 1714 മുതൽ ഹാനോവേറിയൻ രാജവംശമാണ് അവിടെ ഭരണം നടത്തിയത്. ട്യൂഡർ രാജാക്കന്മാരുടെയും തുടർന്ന് വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടിത്തറ പുതുതായി ഉയർന്നു വന്ന വ്യാപാരികളായിരുന്നു. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അക്കാലത്തെ സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് ഇവർ ശഠിച്ചിരുന്നു. കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെൻറ്റിനെ വകവയ്ക്കാതെ പാർലമെൻറ്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതേസമയം വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായി അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നിരുന്നു. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ വിദൂരദേശങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചു. ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായാണ് ഇംഗ്ലീഷ് പാർലമെൻറ്റ് നിയമങ്ങൾ പാസാക്കിയത്. സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് പാർലമെൻറ്റ് സംരക്ഷിച്ചിരുന്നത്. പാർലമെൻറ്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെൻറ്റും തമ്മിൽ ദീർഘനാൾ നിലനിന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായി. ഈ തർക്കത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഫ്യൂഡൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ മധ്യവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെൻറ്റാണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്നുള്ളതായിരുന്നു. രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും ഇരുപക്ഷത്തായി നിലയുറപ്പിച്ചു. സ്റ്റുവർട്ട് രാജാക്കന്മാർ പൊതുവെ കത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്ന് നിന്നു. പ്യൂരിറ്റൻ സഭ പാർലമെൻറ്റിൻ്റെയും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തിൻ്റെയും നിലപാടുകളോട് താൽപ്പര്യം കാണിച്ചു. പാർലമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഇത് രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങളെ മൂർച്ഛിപ്പിക്കുകയും ചെയ്തു. എന്താണ് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും എന്ന് നോക്കാം. മതനവീകരണത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ഹെൻറി എട്ടാമനാണ്. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമൻ്റെ അതായത് ഹെൻറി എട്ടാമൻ്റെ പുത്രനായ എഡ്വേർഡ് ആറാമൻ്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭ. ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഈ സഭ നിർദ്ദേശിച്ചു. എലിസബത്ത് രാജ്ഞി വാഴ്ചയേറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായി. ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുകയില്ല. പ്രൊട്ടസ്റ്റൻ്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിൻ്റെ ഇംഗ്ലണ്ടിലെ അനുയായികളെയാണ് പ്യൂരിറ്റന്മാർ എന്ന് പറയുന്നത്. പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചിരുന്നത് പുരോഹിതന്മാരെയും മതാധ്യക്ഷനെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണം എന്നാണ്. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച പ്യൂരിറ്റന്മാർ 1640 1650 ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെൻറ്റിനുമേൽ ശക്തമായ സ്വാധീനം ചെലുത്തി. അടുത്തത് നീണ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ ലോങ് പാർലമെൻറ്റ്. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം 1628. എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് 11 വർഷം 1629 മുതൽ 1640 വരെയുള്ള 11 വർഷം സ്വേച്ഛാധികാരിയായ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു.
എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണത്തിൻ്റെ ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി അദ്ദേഹം 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെൻറ്റ് 1660 വരെ തുടർന്നു. ഇതറിയപ്പെട്ടതാണ് നീണ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ ലോങ് പാർലമെൻറ്റ് എന്ന്. ട്രീനൽ ആക്ട് 1641 എന്തുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ 1641 ട്രിനിയൽ ആക്ടുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റാണ് നീണ്ട പാർലമെൻറ്റ്. അടുത്തത് റം പാർലമെൻറ്റ്. കാലക്രമത്തിൽ പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമരത്തിൽ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് വിഭാഗം വിജയം നേടി. ഇതേ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ഒലിവർ ക്രോംവെൽ. തന്നെ എതിർത്ത മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഈ പാർലമെൻറ്റ് അറിയപ്പെട്ടതാണ് റം പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് എന്ന്. ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതും റംബ് പാർലമെൻറ്റായിരുന്നു. കോമൺവെൽത്ത് കാലഘട്ടം. ഒലിവർ ക്രോംവെലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെട്ടതാണ് കോമൺവെൽത്ത് കാലഘട്ടം. അത് 1649 മുതൽ 1658 വരെയാണ്. സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഇത്. പാർലമെൻറ്റിനു മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത്. എന്നാൽ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച് രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് നിരാകരിച്ചു. ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ട മറ്റൊരു പേരാണ് ലോർഡ് പ്രൊട്ടക്ടർ. ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരമേറ്റത് ചാൾസ് രണ്ടാമനാണ്. മഹത്തായ വിപ്ലവത്തിലേക്ക്. ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാപരമായ നടപടികൾ രാജാവും പാർലമെൻറ്റുമായി വീണ്ടും തർക്കങ്ങൾക്കിടയാക്കി. ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടിയ വർഷം 1688. തുടർന്ന് ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരി സെക്കൻഡിനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നതാണ് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്ന്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംപ്ടൺ ആണ്. ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. രാജഭരണത്തിനുമേൽ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതിയതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു. ഇതിൽ സുപ്രധാനമായത് 1689 അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെൻറ്റിന് പരമാധികാരവും ലഭിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. വ്യാവസായിക വിപ്ലവം. യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപ്പാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല. വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. ഗ്രീൻ റിബൺ ക്ലബ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൾസറി ലൈനിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. ക്ലബ്ബിലെ അംഗങ്ങൾ ധരിച്ചിരുന്ന തൊപ്പികളിലെ പച്ച നിറമുള്ള റിബണുകളിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടത് കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്നാണ്. 1679 ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പുനർനാമകരണം ചെയ്തത്. വ്യാവസായിക വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. സ്പിന്നിംഗ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് വിശ്വചരിത്രാവലോകനം അല്ലെങ്കിൽ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ ചിത്രമാണ് മോഡേൺ ടൈംസ്. ജോവാൻ ഓഫ് ആർക്ക്. ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയാണ് ജോവാൻ ഓഫ് ആർക്ക്.
1431 മതനിന്ദാ കുറ്റം ചുമത്തി ജീവനോടെ അഗ്നിക്കിരയാക്കിയവരെ. ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1337 മുതൽ 1453 വരെയാണ്. മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്ന വനിതയാണിവർ. 1920 മെയ് 16 ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായും കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് അക്കാമ ചെറിയാനുമാണ്. അടുത്ത സബ് ടോപ്പിക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം 13. അമേരിക്കയിലെ 13 കോളനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ന്യൂ ഹാംഷയർ, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കറ്റ്, പെൻസിൽവാനിയ, ന്യൂജേഴ്സി, ദലാവയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന ആൻഡ് ജോർജിയ. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം. അമേരിക്കയിലെ കുടിയേറ്റം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ച ജനവിഭാഗമാണ് വടക്കേ അമേരിക്കൻ ജനത. പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ട ജനതയാണ് വടക്കേ അമേരിക്കൻ ജനത. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടിരുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്നത് മെർക്കൻ്റലിസം എന്നാണ്. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടല എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. ഇതൊക്കെയാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളാണ് 1773 ടീ ആക്ട്, 1764 കറൻസി നിയമവും പഞ്ചസാര നിയമവും, 1765 സ്റ്റാമ്പ് നിയമം, 1767 ടൗൺഷെൻഡ് നിയമം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധമുയർന്ന രാജ്യമാണ് അമേരിക്ക. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അറിയപ്പെടുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774 അത് നടന്ന സ്ഥലം ഫിലാഡൽഫിയ ആണ്. തുടർന്ന് വ്യവസായങ്ങൾക്ക് വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് നിവേദനം നൽകി. ഇത് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെട്ടു. നിവേദനത്തിനൊപ്പം സമാധാനത്തിന് പ്രതീകമായി ഒരു ഒലിവ് ഇലയും കൊടുത്തയച്ചു. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയാണ് ജോർജിയ. അടുത്തത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്.
രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഫിലാഡൽഫിയ ആണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തി തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട്, ഈ വൻകര വടക്കേ അമേരിക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്ന കോട്ട് തോമസ് പെയിൻ്റെയാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല എന്ന് പറയുന്ന കോട്ട് ജോൺ ലോക്കിൻ്റെയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക്. മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ച വർഷം 1781. 1781 യോർക്ക് ടൗണിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകനാണ് ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാനായകനാണ് ചാൾസ് കോൺവാലിസ്. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം ഫിലാഡൽഫിയ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോക ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്നുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നുവന്ന ചിന്തകരുടെ വാക്കുകളാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒരു ലിസ്റ്റ് നോക്കാം. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ് ആണ്. മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആണ് ജോൺ ആദംസ്. ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ്. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ. അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാർ വേറെയുമുണ്ട്. എബ്രഹാം ലിങ്കൺ, ജെയിംസ് ഗാർഫീൽഡ്, വില്യം മക്കിൻലി, ജോൺ എഫ് കെനഡി എന്നിവരൊക്കെയാണ്. വാട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് എം നിക്സൺ. സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് റൊണാൾഡ് റീഗൻ. അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റാണ് ബരാക് ഒബാമ. അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയുടെ 47ാമത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് ജോ ബൈഡൻ. അമേരിക്കയുടെ 49ാമത്തെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജ കമലാ ഹാരിസുമാണ്.